സിനിമാ സംഗീത ലോകത്ത് തന്റേതായ ഒരു സ്ഥാനം ഉറപ്പിച്ച കലാകാരനാണ് അനിരുദ്ധ് രവിചന്ദ്രൻ. യുവതലമുറയുടെ ഹൃദയം കീഴടക്കിയ ഇദ്ദേഹത്തിന്റെ ഓരോ ഗാനങ്ങളും പുറത്തിറങ്ങുന്ന നിമിഷം മുതൽ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടാറുണ്ട്. ഗാനങ്ങൾ മാത്രമല്ല, സിനിമകളിലെ അനിരുദ്ധിന്റെ പശ്ചാത്തല സംഗീതവും പ്രേക്ഷകർക്ക് ആവേശം നൽകുന്ന ഒന്നാണ്. ഇപ്പോൾ അനിരുദ്ധിന്റെ പ്രതിഫലത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകളാണ് സിനിമാ ലോകത്ത് ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത്. പ്രതിഫലം കുത്തനെ കൂട്ടിയെന്ന വാർത്തകൾ അദ്ദേഹത്തിന്റെ നിലവിലെ മൂല്യവും സ്വാധീനവും എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നാനിയെ നായകനാക്കി ശ്രീകാന്ത് ഓഡ്ല സംവിധാനം ചെയ്യുന്ന ദി പാരഡൈസ് എന്ന സിനിമയ്ക്ക് വേണ്ടി 12 കോടി രൂപയാണ് അനിരുദ്ധ് പ്രതിഫലമായി വാങ്ങിയത് എന്ന റിപ്പോർട്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതൊരു സംഗീത സംവിധായകന് ലഭിക്കുന്ന വലിയ തുകകളിലൊന്നാണ്. എന്നാൽ ഈ വർധനവ് ഇവിടെ അവസാനിക്കുന്നില്ല. ദി പാരഡൈസ് എന്ന ചിത്രത്തിന് ശേഷം അനിരുദ്ധ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന സിനിമകൾക്ക് 15 കോടി രൂപ വരെ പ്രതിഫലം ആവശ്യപ്പെട്ടതായി തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ തുക ഇന്ത്യൻ സംഗീത സംവിധായകരുടെ പ്രതിഫല കണക്കുകളിൽ പുതിയൊരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഒരു കലാകാരന്റെ പ്രതിഫലം നിർണ്ണയിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനപ്രീതി, വിജയനിരക്ക്, പ്രൊജക്ടുകളിൽ ചെലുത്തുന്ന സ്വാധീനം എന്നിവയെ ആശ്രയിച്ചിരിക്കും. അനിരുദ്ധിന്റെ കാര്യത്തിൽ ഈ ഘടകങ്ങളെല്ലാം അനുകൂലമാണ്. അദ്ദേഹത്തിന്റെ സംഗീതം ഒരു സിനിമയുടെ ഹൈപ്പിനും വിജയത്തിനും വലിയ സംഭാവന നൽകുന്നുണ്ട്. ഒരു സിനിമയുടെ റിലീസിന് മുൻപ് തന്നെ അനിരുദ്ധിന്റെ ഗാനങ്ങൾ ചർച്ചയാകുകയും പ്രേക്ഷകരെ ആകർഷിക്കുകയും ചെയ്യുന്നത് നിർമ്മാതാക്കൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. ഇത് അദ്ദേഹത്തിന് ഉയർന്ന പ്രതിഫലം ആവശ്യപ്പെടാൻ പ്രാപ്തനാക്കുന്നുണ്ട്. അനിരുദ്ധ് നിലവിൽ നിരവധി ശ്രദ്ധേയമായ പ്രൊജക്ടുകളിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംഗീതത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന പ്രധാന സിനിമകളിലൊന്ന് വിജയ് ദേവരകൊണ്ട നായകനായി എത്തുന്ന കിങ്ഡമാണ്. ഈ ചിത്രം പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അടുത്തിടെ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ മറ്റൊരു ചിത്രം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലിയാണ്. ഈ ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനമായ മോണിക്ക കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ഈ ഗാനം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. ഗാനത്തിൽ പൂജ ഹെഗ്ഡെയും സൗബിൻ ഷാഹിറും ഒരുമിച്ചെത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. പൂജയുടെ മനോഹരമായ നൃത്തത്തോടൊപ്പം സൗബിൻ ഷാഹിറിന്റെ ഡാൻസ് മൂവുകളും ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. സൗബിൻ ഷാഹിറിന്റെ പുതിയൊരു ഭാവം ഈ ഗാനത്തിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചു. കൂലി ചിത്രം ഓഗസ്റ്റ് 14 പുറത്തിറങ്ങുമെന്നാണ് സൂചനകൾ. കൂലി സിനിമയിലെ താരനിരയും ശ്രദ്ധേയമാണ്. നാഗാർജുന, ഉപേന്ദ്ര, സത്യരാജ്, ശ്രുതി ഹാസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഗിരീഷ് ഗംഗാധരൻ ക്യാമറയും ഫിലോമിൻ രാജ എഡിറ്റിംഗും കൈകാര്യം ചെയ്യുന്നു. കൂലി ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറാനുള്ള എല്ലാ സാധ്യതയുമാണ് ആരാധകർ കാണുന്നത്. 2012 3 എന്ന ചിത്രത്തിലൂടെയാണ് അനിരുദ്ധ് രവിചന്ദ്രൻ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. ധനുഷ്, ശ്രുതി ഹാസൻ എന്നിവർ അഭിനയിച്ച ഈ ചിത്രത്തിലെ കൊലവരടി എന്ന ഗാനം ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയതോടെ അനിരുദ്ധ് ഒറ്റ രാത്രി കൊണ്ട് താരമായി മാറി. പിന്നീട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിച്ച് ദക്ഷിണേന്ത്യൻ സിനിമയിലെ ഏറ്റവും തിരക്കുള്ളതും ഉയർന്ന പ്രതിഫലം വാങ്ങുന്നതുമായ സംഗീത സംവിധായകരിൽ ഒരാളായി മാറി. അനിരുദ്ധിന്റെ സംഗീതത്തിന് ഒരു പ്രത്യേക ശൈലി തന്നെയുണ്ട്. യുവത്വത്തെ ആകർഷിക്കുന്ന റാപ്പ് ശകലങ്ങൾ, ക്യാച്ചി ട്യൂണുകൾ, ഇലക്ട്രോണിക് സംഗീതത്തിന്റെ സ്വാധീനം എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ കാണാം. എന്നാൽ ഇതിനപ്പുറം ഓരോ സിനിമയുടെയും ഉള്ളടക്കത്തിന് അനുയോജ്യമായ രീതിയിൽ സംഗീതം ഒരുക്കാനുള്ള അനിരുദ്ധിന്റെ കഴിവ് അപാരമാണ്. ആക്ഷൻ സിനിമകളിലെ പശ്ചാത്തല സംഗീതം മുതൽ പ്രണയ ഗാനങ്ങൾ വരെ അനായാസം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. വിജയ്, രജനീകാന്ത്, അജിത്, ധനുഷ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ സ്ഥിരമായി സംഗീതം ഒരുക്കുന്നതിലൂടെ അനിരുദ്ധ് തെന്നിന്ത്യൻ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. അദ്ദേഹത്തിന്റെ പേര് മാത്രം മതി ഒരു സിനിമയ്ക്ക് വലിയ പ്രൊമോഷൻ നൽകാൻ. ആ രീതിയിലായി കാര്യങ്ങൾ. പുതിയ തലമുറയിലെ സംഗീത സംവിധായകരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള വ്യക്തിയായി അനിരുദ്ധ് മാറിക്കഴിഞ്ഞു. അനിരുദ്ധിനെ പോലുള്ള സംഗീത സംവിധായകർക്ക് ലഭിക്കുന്ന ഉയർന്ന പ്രതിഫലം ഇന്ത്യൻ സംഗീത വ്യവസായത്തിൽ വന്ന മാറ്റങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. മുൻപ് താരങ്ങൾക്കും സംവിധായകർക്കും ലഭിച്ചിരുന്നത്ര ശ്രദ്ധ സംഗീത സംവിധായകർക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഗാനങ്ങൾക്ക് സിനിമയുടെ വിജയത്തിൽ നിർണായക പങ്കുണ്ടെന്ന് നിർമ്മാതാക്കളും പ്രേക്ഷകരും ഒരുപോലെ തിരിച്ചറിഞ്ഞതോടെ സംഗീത സംവിധായകരുടെ പ്രാധാന്യം വർദ്ധിച്ചു. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെ വരവ്, ഡിജിറ്റൽ മ്യൂസിക് റിലീസുകൾ എന്നിവയെല്ലാം സംഗീതത്തിന് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കാൻ തുടങ്ങി. ഒരു ഗാനം ഹിറ്റായാൽ അതിന്റെ വ്യൂസും സ്ട്രീമിംഗും വഴി വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നത് അനിരുദ്ധിനെ പോലെയുള്ള സംഗീതജ്ഞർക്ക് അവരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്. ഇത് ട്രെൻഡ് ഭാവിയിൽ കൂടുതൽ സംഗീത സംവിധായകർക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. സിനിമയുടെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായി സംഗീതത്തെ കാണുന്ന ഈ പ്രവണത വ്യവസായത്തിന് മൊത്തത്തിൽ തന്നെ ഗുണം ചെയ്യുകയും ചെയ്യും.